നവരാത്രി വിഗ്രഹ ഘോഷയാത്രയെ വരവേറ്റ് തലസ്ഥാനം. പാറശാലയിലെ ഉച്ചഭക്ഷണത്തിനും വിശ്രമത്തിനും ശേഷം യാത്ര തിരിക്കുന്ന സംഘം വൈകിട്ട് 8 മണിയോടെ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ഘോഷയാത്ര ചെന്നെത്തുന്ന ഓരോ ഇടങ്ങളിലും ആവേശകരമായ ഭക്തിനിർഭരമായ സ്വീകരണമാണ് ലഭിക്കുന്നത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തിൽ ചേരുന്നു. പ്രശാന്ത്, നവരാത്രി ഘോഷയാത്ര കടന്നു പോകുന്ന രാജവീഥികളിലെല്ലാം ഭക്തിനിർഭരമായ സ്വീകരണം. നൂറുകണക്കിന് ആളുകളാണ് കാത്തുനിന്ന് ഈ വിഗ്രഹ ഘോഷയാത്രയെ കൈതൊഴുത് അവർ വരവേൽക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ എവിടെയാണ് പ്രശാന്ത്? വിനോദ്, ഭക്തി നിർഭരമായിട്ടുള്ള യാത്രയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ അതിർത്തിയിൽ അതായത് അതിർത്തി പ്രവേശിച്ചതിന് ശേഷം യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പാറശാലയിൽ അല്പസമയം വിശ്രമമുണ്ടായിരുന്നു ഉച്ചയ്ക്ക്. അതിനുശേഷം വീണ്ടും 3 മണിയോട് കൂടി തന്നെ യാത്ര ആരംഭിച്ചു. ഇപ്പോൾ പാറശാലയ്ക്ക് പിന്നിട്ട് കൊറ്റാമം എന്ന സ്ഥലത്ത് യാത്ര എത്തി നിൽക്കുകയാണ്. കേരളത്തിലേക്ക് പ്രവേശിച്ചതോടുകൂടി തന്നെ ഭക്തജനങ്ങളുടെ ഒരു ബാഹുല്യവും നമുക്ക് കാണാൻ കഴിയും. പടുക്കകൾ, അതായത് തട്ടം നേർച്ചയും പടുക്കയുമെല്ലാം നിരവധി സ്ഥലങ്ങളിലാണ് ഈ ഭക്തർ കാണിക്കയായി സമർപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലങ്ങളും പിന്നിടുന്നതിന് ഉള്ള കാലതാമസം എടുക്കുന്നതും നമുക്ക് കാണാൻ കഴിയും, അറിയാൻ കഴിയും. അത്രയ്ക്ക് ഭക്തജനങ്ങളുടെ ഒരു തിരക്കുമുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസത്തെ യാത്ര അവസാനിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം മതി. നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ഇന്നത്തെ യാത്ര അവസാനിക്കുന്നത്. വളരെ ഭക്തി നിർഭരമായിട്ടുള്ള യാത്രയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഓരോ സ്ഥലങ്ങളിലും യാത്ര ചെന്നെത്തുമ്പോൾ ഭക്തജനങ്ങൾ തട്ടം നേർച്ചയുമായി കാത്തു നിൽക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഭക്തരുടെ ഒരു വലിയ സഞ്ചയവും ബാഹുല്യവും ഒക്കെ നമുക്കിവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട്. കുണ്ടണി നങ്കയും കുമാരസ്വാമിയും തേവാരക്കെട്ട് സരസ്വതിയും എല്ലാം തങ്ങളുടെ മുമ്പിലേക്ക് എഴുന്നള്ളി വരുന്നത് കാണുവാൻ ഭക്തർ കൂട്ടമായി ഈ രാജവീതിക്ക് ഇരുവശവും നിൽക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. വലിയ ഒരു മുഹൂർത്തത്തിനാണ് ഈ തലസ്ഥാനം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷത്തെ സാഫല്യം, ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഇപ്പോൾ സഫലമായിക്കൊണ്ടിരിക്കുന്നത്. ഒരു സാഫല്യത്തിലേക്കാണ് മുഹൂർത്തത്തിനാണ് ഈ ഭക്തജനങ്ങൾ അത്രയും പേരും കാത്തിരിക്കുന്നത്. നമുക്കറിയാം, ഈ നവരാത്രി ആഘോഷം അനന്തപുരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഏറ്റവും ശ്രേഷ്ഠവുമാണ്. അങ്ങനെയുള്ള ഒരു ഘോഷയാത്ര, ആചാരപൂർവ്വമായിട്ടുള്ള ഘോഷയാത്രയാണ്. വലിയ രീതിയിലുള്ളൊരു ഈ ഘോഷയാത്രയ്ക്ക് വലിയ പിന്തുണയും ഭക്തജനങ്ങളുടെ ഓരോ വർഷവും കൂടുന്തോറും എണ്ണത്തിലടക്കം വലിയ രീതിയിലുള്ള വർധനവൊക്കെ കാണാനാണല്ലോ കാണുന്നത്. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തജനങ്ങൾ ഈ കലിയുഗമാണ്. പിന്നെ പ്രത്യേകിച്ചും സരസ്വതി പൂജ എന്ന് പറഞ്ഞാൽ എല്ലാം ഇപ്പോൾ ഈ ഘോഷയാത്ര നാനാ ജാതിക്കാരും ഇത് ഏറ്റെടുത്തു, ഗവൺമെൻറ് ഏറ്റെടുത്തു, പൊതുജനങ്ങൾ ഏറ്റെടുത്തു. അപ്പോൾ വളരെ ഭംഗിയായിട്ട് നടത്തുന്നതിലേക്ക് വേണ്ടിയിട്ട് ഒരു ആഘോഷം എല്ലാവർക്കും വിജയദശമി എല്ലാ നാനാ ജാതിക്കാരും കൊണ്ടാടുന്നുണ്ട്. അതുകൊണ്ട് സന്തോഷമായിട്ട് ഈ യാത്ര വളരെയേറെ ഓരോ വർഷം തോറും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുണ്ടനങ്കയും കുമാരസ്വാമിയും തേവാരക്കെട്ട് സരസ്വതിയും എല്ലാം കാണാനായിട്ട് ഭക്തരിങ്ങനെ കൂട്ടമായി എത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ? അതെ, അത് ഏറ്റവും കൂടുതൽ ഓരോ വർഷവും ഇത് കൂടി വരുന്നതിൻ്റെ പ്രധാന കാരണം ജനങ്ങൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലായി. ഇത് ഒരു ഘോഷയാത്ര എന്ന് പറയുന്നത് മുഴുവൻ ആൾക്കാരും ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. എല്ലാ നാനാജാതിക്കാരും, ജാതി വ്യവസ്ഥകൾക്ക് അതീതമായി തന്നെ കൊട്ടാരവും അതുപോലെ തന്നെ എല്ലാ ഗവൺമെൻറ്റും എല്ലാവരും ഇതിനകത്ത് പരിപൂർണമായിട്ടും പങ്കെടുത്തുകൊണ്ട്, അതുപോലെ വിവിധ സംഘടനകൾ, എല്ലാ ആൾക്കാരും ഒത്തൊരുമയോടുകൂടി വളരെ ഭംഗിയായിട്ട് നടത്തുന്ന ഒരു ഘോഷയാത്രയാണ്. ഇന്നത്തെ യാത്ര അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും ഓരോ തിരി എത്തുമ്പോൾ അതാത് ക്ഷേത്രങ്ങളിൽ എത്തണമെന്നാണ് ആചാരം. പക്ഷേ ഈ ചാർത്തുകൾ വളരെ ഭക്തജനങ്ങൾ വളരെ പാടുപെട്ട് ഒരു തട്ടം വയ്ക്കുമ്പോൾ ആ ചാർത്തെടുക്കാതെ ഒരു കാരണവശാലും പോകാൻ പറ്റില്ല. ആയതുകൊണ്ട് ചാർത്തെടുത്തുകൊണ്ടാണ് യാത്ര തുടരുന്നത്. ഇന്ന് നെയ്യാറ്റിൻകര ക്ഷേത്രത്തിലാണ് യാത്ര അവസാനിക്കുന്നത്. അതെ, നെയ്യാറ്റിൻകര. നാളത്തെ പരിപാടികൾ എന്തൊക്കെയാണ്? നാളത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ രാവിലെ തന്നെ പിന്നെ ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ 7 മണിക്ക് നെയ്യാറ്റിൻകരയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യും. നെയ്യാറ്റിൻകര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ബാലരാമരത്ത് ചെറിയൊരു വിശ്രമം, ഒരു 10 മിനിറ്റ്. ബാലരാമരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഗവൺമെൻറ്റിൻ്റെ ഫംഗ്ഷനാണ് നേമത്ത് കഞ്ഞിയൊക്കെ ആയിട്ടുള്ള ഒരു റെസ്റ്റ് കഴിഞ്ഞാൽ അടുത്ത നേരെ കരമന ആണ്ടിയിറക്കത്തിലാണ്. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ആർഭാടപരമായിട്ട് മുരുകനെ വെള്ളിക്കുതിരയുടെ പുറത്ത് വെച്ച് കെട്ടി വളരെ ഭംഗിയായിട്ട് രാജാവിൻ്റെ മുഖം കാണിക്കുന്നതിലേക്കിട്ട് ഒരു 6:45 7 മണിക്കെങ്കിലും അവിടെ എത്തുന്നതിലേക്ക് വേണ്ടിയിട്ട് സംഘാടകരും പോലീസും ഗവൺമെൻറ്റും എല്ലാം കൂടെ ഒത്തൊരുമയോടുകൂടി അവിടെ എത്തിക്കാൻ ശ്രമിക്കുന്നു.
വിനോദ്, അങ്ങനെ തന്നെയാണ്. വളരെ ആചാരപൂർവ്വവും അനുഷ്ഠാനപൂർവ്വം തന്നെയാണ് ഈ ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും 7 മണിയോടുകൂടി തന്നെ ഈ ഘോഷയാത്ര നെയ്യാറ്റിൻകരയിലേക്ക് എത്തപ്പെടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ഇന്ന് വിശ്രമമൊരുക്കിയിരിക്കുന്നത്. അങ്ങനെ വിശ്രമമൊരുക്കിയതിനു ശേഷം നാളെയോടുകൂടി യാത്ര വീണ്ടും പുലർച്ചയോടുകൂടി പുനരാരംഭിക്കും. പുലർച്ചയോടുകൂടി പുനരാരംഭിച്ചതിന് ശേഷം നഗരാതിർത്തിയിലെത്തുന്ന യാത്രയ്ക്ക് വലിയ രീതിയിലുള്ള സ്വീകരണം ഉണ്ടാകും, സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവും. മറ്റ് സാംസ്കാരിക സമിതി അടക്കമുള്ളവ, ഹൈന്ദവ സംഘങ്ങളടക്കം സ്വീകരണം നൽകും. സ്വീകരണം നൽകിയതിനു ശേഷം നഗരാതിർത്തി പിന്നിടുന്നതോടുകൂടി തന്നെ ഭക്തജനങ്ങൾ ഒരു ബാഹുല്യം തന്നെ കാണാൻ കഴിയും. വൈകുന്നേരത്തോടു കൂടി തന്നെ, നാളെ വൈകുന്നേരത്തോടു കൂടി ഈ യാത്ര പത്മനാഭസ്വാമിയുടെ തിരുമുമ്പിലേക്ക്, ശ്രീ പത്മനാഭസ്വാമിയുടെ തിരുമുമ്പിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. വലിയ ജനസ്വീകാര്യതയാണ് യാത്രയ്ക്ക് ഉടനീളം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും. ഓരോ സ്ഥലവും പിന്നിടാനെടുക്കുന്ന സമയവും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. രാജവീതിയുടെ ഇരുവശങ്ങളിലും തട്ടനേർച്ചയായി ഈ ഭക്തജനങ്ങൾ കൂട്ടം കൂട്ടമായി എത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. കുണ്ടളി നങ്കയെയും കുമാരസ്വാമിയെയും തേവാരക്കെട്ട് സരസ്വതി ദേവിയും എല്ലാം കണ്ട് നിർവൃതി അടയുന്നതിന് വേണ്ടി, ആനന്ദ നിർവൃതി അടയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും ജനങ്ങൾ ഇവിടേക്ക് എത്തുന്നത്. കഴിഞ്ഞ ഒരു രാത്രി മുഴുവനും ഒരു കാത്തുനിന്ന മനുഷ്യരായിരുന്നു നമ്മൾ കണ്ടത്. എങ്കിൽ അതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോഴും തലസ്ഥാന നഗരിലേക്ക് എത്തുമ്പോഴും എല്ലാം സമാനമായൊരു സാഹചര്യം തന്നെയാണ്, സമാനമായ രീതിയിൽ തന്നെയാണ് ഈ ആഘോഷത്തെ, നവരാത്രി ആഘോഷത്തെ വരവേൽക്കുന്നത്, ഘോഷയാത്രയെ വരവേൽക്കുന്നത്. വലിയ ഭക്തജന തിരക്ക് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓരോ സ്ഥലങ്ങളിലും എത്തുമ്പോഴും ഭക്തർ അവരുടെ നേർച്ചത്തട്ടങ്ങളും നേർച്ചയുമായി എല്ലാം നേർന്നുകൊണ്ട് അവിടങ്ങളിൽ നിൽക്കുകയും തട്ടം നേർച്ച നൽകുന്നവരുണ്ട്. പുഷ്പം അനന്തപുരിയിലേക്കുള്ള നവരാത്രി വിഗ്രഹ ഘോഷയാത്രയ്ക്ക് ഭക്തി നിർഭരമായ സ്വീകരണമാണ്. തമിഴ്നാട്ടിൽ നിന്നും ആരംഭിച്ച യാത്ര അങ്ങനെ കേരള അതിർത്തി കടന്ന് പാറശാല കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. യാത്രയ്ക്കൊപ്പം സഞ്ചരിക്കുകയാണ് നമ്മൾക്ക് ജനം TV വേണ്ടി പ്രശാന്ത് ശങ്കരമംഗലത്ത്.